मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी। ये करो सब्सक्राइब, कमेंट एंड लाइक। നിനക്ക് എന്തു പറ്റി? നീ എന്താ കൊച്ചു കുട്ടിയായോ? പ്രേതം പഴയ കെട്ടിടങ്ങളില് പ്രേതങ്ങളുണ്ടോ? ഇത് സൈറ്റ് സീയിങാ. നമ്മള് ഫിലിം ഷൂട്ടും കാണാനാ വന്നിരിക്കുന്നേ. ഇവിടെ കാണുന്നൊന്നും സാധ്യമല്ല, എല്ലാം ഫേക്കാണ്. പക്ഷെ ഇവിടെ ദുരാത്മാവുണ്ട്. എടാ, ഏതെങ്കിലും നടി പ്രേതം പോലെ അഭിനയിക്കുന്നുണ്ടാവും. മേക്കപ്പ് യഥാർത്ഥമായിട്ട് ഇരുന്നാ മാത്രമേ പടം ഹിറ്റ് ആവൂ. വരൂ, ഷൂട്ടിംഗ് കാണാനാ വന്നത്, പുറത്തു പോയി ഷൂട്ടിംഗ് കാണാം. കിറ്റിയുടെ സീനാ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അതും രൺവീറിനൊപ്പം. കിറ്റി പ്രോമിസ് ചെയ്തതാ രൺവീറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. രൺവീറിനെ കാണണ്ടേ, അതുകൊണ്ട് പെട്ടെന്ന് വാ. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ. കിറ്റി മേഡം, അത് പിന്നെ സോറി മേഡം, സോറി, എന്നോട് ക്ഷമിക്കൂ, ദയവേത് എന്നോട് ക്ഷമിക്കൂ. അയ്യോ, കിറ്റിക്ക് ഓർമ്മക്കുറവ് വന്നു. കിറ്റി, നീയാണ് കിറ്റി. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാ താമസിക്കുന്നേ. അനിയ, ഇതെന്താ ഇങ്ങനെ ഒരു ഓർമ്മക്കുറവ്? എന്നെ അറിയാം, ഡയറക്ടറെ അറിയാം, പക്ഷെ അവൾ ആരാണെന്ന് അറിയില്ലത്രേ. ഒന്നും മിണ്ടാതിരിക്ക്, അവള് മറന്നതല്ല, നല്ല ദേഷ്യത്തിലാ. മാഡം, നിങ്ങളൊരു ഹീറോയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്നെ എന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നേ? മാഡം, ഇപ്പോഴാണ് രൺവീർ കോൾ ചെയ്തത്, വരാൻ 2 മണിക്കൂറാവും. എങ്കിൽ പിന്നെ വേറെ ഹീറോനെ വിളിക്കായിരുന്നില്ലേ? ഇതാ നോക്ക്, ഇവിടെ എന്തോരം കൊതുകുകളാ. കിറ്റി, ആ കൊതുകുകളെയും ഹീറോകളെ കൊണ്ടേ അടിക്കാൻ പറ്റൂ. രൺവീർ തന്നെ. എന്താ ഇത്? കിറ്റി എന്താ പറയണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ? മാഡം, നിങ്ങൾ അതുവരെ ഒരു 2-3 അവേഴ്സ് റെസ്റ്റ് എടുത്തോ, അപ്പോഴേക്കും ഞങ്ങൾ വേറെ സീൻ എടുത്തോളാം. ഞാൻ നദിക്കരയിലൊന്ന് നടന്നിട്ട് വരാം. ഞങ്ങളും നിന്റെ കൂടെ വരാം. വേണ്ട സോദാർ, എനിക്കൊന്ന് തനിച്ചിരിക്കണം. കിറ്റി, ഇതൊരു കാടാ, ഒരുപാട് വന്യമൃഗങ്ങൾ ഉണ്ടാവും. ഏതെങ്കിലും നിന്നെ വന്ന് അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിനക്ക് ആപത്തുണ്ടാവാം. ഇല്ല, നീ ആലോചിക്കുന്നത് കഴുതനെ പോലെയാണോ ആലോചിക്കുന്നത്? ഞാൻ പറയുന്നത് മുയലല്ല, സിംഹം, പുലി, ചീറ്റ. ഇവിടെ കാട്ടുമൃഗങ്ങളൊന്നുമില്ല. ഞാനിവിടെ ഒരുപാട് തവണ ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ട്. വേണ്ട, വിട്ടേക്കേ. ചിലപ്പോ ഏകാന്തത ഫ്രണ്ട്സിനേക്കാളും കൂടുതൽ സമാധാനം കൊടുക്കും. മാതളപ്പഴം കഴിച്ച് എങ്ങനെ രക്തം കയറുമോ അതേപോലെ. എനി ഡൗട്ട്? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ശരിയാണ്. എന്റെ അടുത്ത പടത്തിന് നിങ്ങൾ ഡയലോഗ് എഴുതുവോ? ഞാൻ ഹിസ്റ്ററി ഉണ്ടാക്കുന്നവനാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അത് ഡയലോഗ് പോലെയേ ഉണ്ടാകും. എന്റെ കൂടെ വരൂ, ഞാൻ കുറെ പറഞ്ഞു തരാം. ആർക്കും കിറ്റിയെ പറ്റി ഒരാശങ്കയും ഇല്ല. ഞാൻ തന്നെ പോവാം. പ്രേതം, പ്രേതം, എന്ത് ചെയ്യും കൂട്ടുകാരെ? വരുന്ന മഴ കണ്ട് നമ്മൾ പഠിക്കണം. അത് എങ്ങനെ കാറ്റിൽ പറക്കുന്നുവോ അതേപോലെ അതിന്റെ കൂടെ ചേർത്ത് നമ്മുടെ ആത്മാവിനെയും പറപ്പിക്കണം. ആത്മാവ്, ആത്മാവ്. അതെ, ആത്മാല്ല, ഇതൊരു പഴഞ്ചൊല്ല്. അവിടെ 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 അല്ല. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? അവിടെ കിറ്റിയെ പ്രേതം ഫോളോ ചെയ്യുന്നു. ഞാൻ പറഞ്ഞതല്ലേ, ഈ പേയ് പിശാചൊന്നും ഒന്നും ഇല്ലാന്ന്. ഉണ്ട്, കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ആത്മാവ് കിറ്റിയുടെ പുറകെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത്? കിറ്റി അപകടത്തിലാണെന്നോ? വരൂ പോകാം. നിങ്ങൾ പൊക്കോളൂ, ഞാൻ സഹായത്തിന് ആരെങ്കിലും കൊണ്ടുവരാം. കിറ്റി, കിറ്റി, കിറ്റി.
കിറ്റി 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 നിങ്ങൾ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഭാഗ്യത്തിന് നിങ്ങളിപ്പോ കിറ്റിയെ കണ്ടുപിടിക്കാൻ വന്നു. വരൂ, പ്രേതത്തെ കണ്ടുപിടിക്കാം. ഞാനിവിടെ കിഡ്നാപ്പേഴ്സിനെ പിടിക്കാൻ വന്നതാ. ആ ദുരാത്മാവാണ് ഇവിടുത്തെ കിഡ്നാപ്പർ. കിഡ്നാപ്പർ ആ ബോലെയാണ്. ബോല എങ്ങനെയാ കിഡ്നാപ്പർ ആകാൻ സാധ്യതയുള്ളത്? എടാ ചിറകുള്ള ഹണി, കിഡ്നാപ്പറിന്റെ പേരാ ബോള. ഓ, എന്റെ സാറിന്റെ മോനെ ഇവിടെ നിന്ന് കടത്തിയിട്ട് അവര് കാട്ടിനകത്ത് വന്ന് ഒളിച്ചിരിക്കുകയാണ്. നിങ്ങൾ ബോലയെ അന്വേഷിക്കൂ, ഞങ്ങൾ കിറ്റിയെ അന്വേഷിക്കാം. നിങ്ങൾക്ക് കിറ്റിയെ കിട്ടിയാ ഞങ്ങളെ വിളിക്കൂ കേട്ടോ. ഞങ്ങൾക്ക് ബോലയെ കിട്ടിയാ ഞങ്ങൾ വിളിക്കാം. ഓക്കേ, വരൂ. നിങ്ങൾ ഇങ്ങോട്ട് വരൂ. അങ്ങോട്ട് നോക്കിയേ, ആ ബംഗ്ലാന്ന് ശബ്ദം വരുന്നുണ്ടല്ലോ. വരൂ. അനിയ, ആത്മാവൊക്കെ നമ്മുടെ ശരീരത്തിലേക്കും കയറുമോ? നീ പേടിക്കണ്ട, നിന്റെ ശരീരത്തിൽ കയറിയാലേ 10 സെക്കൻഡ് കൊണ്ട് പേടിച്ച് അതിന് പുറത്തു വരും. അയ്യോ, ആത്മാവ് കുട്ടിയായിട്ട് മാറി കറങ്ങിക്കൊണ്ടിരിക്കുക. മടി, നമുക്ക് എന്തിനാ ഈ റിസ്ക് പരിപാടി? കിട്ടിന്റെ ജീവിതം തന്നെ അപകടത്തില. നീയാണ് പ്രേതം? ഇല്ല. എന്ന് വെച്ചാൽ ഈ കാട്ടിലെ ബംഗ്ലാവിൽ ഈ സമയത്ത് പാർട്ടി നടത്താണോ? ഞാൻ വീട്ടിലേക്ക് പോകണം. ഈ അങ്കിൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവനെ പൂട്ടി വെക്കാനല്ലേ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാനിപ്പോ തന്നെ കൊന്നാളയും. ആരെങ്കിലും അവരുടെ മക്കളെ എങ്ങനെ പൂട്ടിയിടുവോ? ഇവന്റെ മുഖം നോക്ക്, ആ ചെറുക്കന്റെ മുഖം ഒന്ന് നോക്ക്. ഇവന്റെ മകനായിരിക്കാൻ സാധ്യതയില്ല. ആ മീശ, പിന്നെ ആ വാല്. അയ്യോ, ഈ ബോളിലെടുത്ത് നിങ്ങൾ കളിക്കാൻ നിന്നാ നിങ്ങൾ എല്ലാത്തിനും ഞാൻ കൊന്നാളയും. നീ ഒരു ബോലയാ, ഞാൻ കണ്ടത് ഷോല. എല്ലാരും യൂസ് ചെയ്യും മോല. താങ്ക് യു. നിങ്ങളാണോ കിഡ്നാപ്പർ ബോല? അതെ, ഞാനാ. ചിലപ്പോ സത്യം പറയുന്നത് ആപത്തിൽ ചെന്ന് അവസാനിക്കും. പിടിക്കാവുമാരെ. താങ്ക് യു. നിങ്ങൾ കാരണം ആ ബോല ഞങ്ങളുടെ അടുത്ത് പെട്ടത്. അതെ, പക്ഷെ കിട്ടിയിട്ട് ഇതുവരെ കിട്ടിയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ആ ആത്മാവ് അവളെ പിടിച്ചോണ്ട് പോയി കാണും. ഒരുപക്ഷെ ആത്മാവ് ഉണ്ടാവോന്ന് എനിക്ക് തോന്നുന്നു. ആവി ഉണ്ടെങ്കിൽ അപ്പൊ കിറ്റി ഇവിടെ തന്നെ ഉണ്ടാവണം. ശബ്ദം ദാ ആ ഭാഗത്താ കേൾക്കുന്നേ. നടക്കണം പോലീസ് സ്റ്റേഷനിലേക്ക്. അതൊരു പ്രേതം തന്നെ. എനി ഡൗട്ട്? എനിക്കൊരു ഡൗട്ട്, അത് മനുഷ്യനാ അല്ലെങ്കിൽ എന്തിനാ ഇത്ര മേക്കപ്പ് ഇടുന്നേ? വരും, പോയി നമുക്ക് പിടിക്കാം. ആത്മാവിനെ ആരെ കൊണ്ടാ പിടിക്കാൻ പറ്റാ? കിറ്റി ആപത്തിലാണ്, ഞാൻ പോവാ. ശരിയാ, വാ നമുക്ക് പോയി കിറ്റിയെ രക്ഷിക്കാം. ഷൂട്ടിംഗ് നിർത്ത്. ചേടാ, എന്താ ഇത്? നിങ്ങൾ എന്തിനാ ഫ്രെയിമിന്റെ അകത്ത് വന്ന് മുഴുവൻ ഷോട്ടിനെ നശിപ്പിച്ചു? വേറെന്താ, കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? ഇവിടെ ഷൂട്ടിംഗ് നടക്കുക. ഇവര് നുണ പറയുകയാണ് അനിയ. പ്രേതത്തിന്റെ കൂടെ ആരാ ഷൂട്ടിംഗ് നടത്തുക?
എന്നെ ഏത് ആംഗിളിലെ പ്രേതത്തെ പോലെ കാണുന്നേ? ഒന്നും മിണ്ടാതിരിക്കേ, ഇത് ആത്മാവല്ല ആക്ട്രസാ. ഇല്ല, ഇതേ പ്രേതത്തിനെ തന്നെയാണ് ഞാൻ ആ കൊട്ടാരത്തിലും കണ്ടത്. ഷെടാ അത് ഞങ്ങളെ സെറ്റാ, എല്ലാം നശിപ്പിച്ചു. ഇന്നലെ രാത്രി തൊട്ട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക, എല്ലാം പോയി. നിങ്ങൾക്ക് ഷൂട്ടിംഗ് ആണ് പ്രധാനം. ഞങ്ങളുടെ കെട്ടിനെ കാണുന്നില്ല, ഒരു രാത്രി ഫുള്ളായിട്ട് കാണുന്നില്ല. ഏത് കിറ്റി? ഞങ്ങളുടെ ഫ്രണ്ട്. അതെ, കിറ്റി എവിടെയാണ് പോയതെന്ന് അറിയില്ല. നമ്മൾ എവിടെ ചെന്ന് അന്വേഷിക്കും സുഹൃത്തുക്കളെ? ഒന്നും സംഭവിക്കില്ല. രാവിലെ നമുക്ക് കാട് മുഴുവൻ അന്വേഷിക്കാം. ഹായ് കൂട്ടുകാരെ. ഹണി ബണി, സർദാർ പോപ്പൻ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തൊരു സ്നേഹ, കാണാതെ പോയത് നിന്നെയാ. പക്ഷെ നീ ഞങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു. ഇല്ലില്ല, കാണാതായതല്ല, ഞാൻ ഉറങ്ങിയതാ. കാട്ടിനകത്തോ? അല്ല, ഞാൻ കാട് ചുറ്റി കാണാൻ പോയതാ. അപ്പോൾ ടയേർഡായി കാരവനിൽ ഉറങ്ങിപ്പോയി. ആ, എണീറ്റപ്പോൾ ഡയറക്ടർ സാറാ പറഞ്ഞത് നിങ്ങൾ എന്നെ അന്വേഷിക്കുകയായിരുന്നു. അതെ, ഇവിടെ നോക്ക്. ഉറങ്ങാതെ കൊതുകടിയിൽ നിന്റെ അന്വേഷിച്ചപ്പോ ഞങ്ങൾക്ക് കിട്ടിയ അവസ്ഥയായത്. ഐ എം സോ സോറി. ടയേർഡ് ആയതുകൊണ്ട് ഉറങ്ങിപ്പോയതാ. ഇപ്പോഴാ എണീറ്റത്. ഉറങ്ങിയ ശരീരത്തിന് നല്ലതെന്നാണ് പറയുന്നത്. പക്ഷെ നിന്റെ ഉറക്കം ഞങ്ങളുടെ ശരീരത്തിന് ചീത്തയായി പോയി. എനി ഡൗട്ട്?